സമയം രാത്രി 11:45. അവൾ അവനോട് തുടർച്ചയായി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു മറുപടിയും വന്നില്ല. അവൻ ഓൺലൈനിൽ വരികയും പോകുകയും ചെയ്തു. എന്നാൽ അവൾക്ക് മറുപടി നൽകാതെ അവൾ വീണ്ടും ചോദിച്ചു, എല്ലാം ശരിയാവുമല്ലേ? അതിന്നും മറുപടി ലഭിച്ചില്ല. അവളുടെ കണ്ണുകൾ നനഞ്ഞു. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്ര കഷ്ടം? അവൾ മനസ്സിൽ പറഞ്ഞു. ഇതാദ്യമല്ലായിരുന്നു. ദിവസങ്ങളായി അവൾ ഇതേ ചോദ്യം അയക്കുകയായിരുന്നു. അവൾക്ക് ജോലി നഷ്ടപ്പെട്ടു, സുഹൃത്തുക്കൾ അകന്നു. അവൾ വിശ്വസിച്ചൊരാൾ ഇപ്പോൾ മറുപടി പോലും കൊടുക്കുന്നില്ല. ആ രാത്രി അവൾ ഫോൺ ഒപ്പമിട്ട് കണ്ണു മൂടി. ദൈവമേ, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? അവൾ കരഞ്ഞ് തളർന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മനസ്സിൽ നിറഞ്ഞുകൊണ്ട് അറിയാതെ അവൾ ഉറക്കത്തിലാഴ്ന്നു. സ്വപ്നത്തിൽ ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ കാറ്റ് മൃദുവായി വീശുന്നു. ചുറ്റുമൊരു ശാന്തത. അവിടെ ശിവഭഗവാൻ ധ്യാനത്തിലിരിക്കുന്നു. അവൾ ഭയത്തോടെ അടുത്തു ചെന്നു. പ്രഭോ, ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും എന്തുകൊണ്ട് മറുപടിയില്ല? ശിവൻ കണ്ണുകൾ തുറന്നു, ശാന്തമായി അവളെ നോക്കി. പിന്നീടൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, നിനക്ക് മറുപടി കിട്ടാത്തത് മറുപടിയില്ലാത്തതുകൊണ്ടല്ല. അവൾ അമ്പരന്നു. അപ്പോ? ശിവൻ പറഞ്ഞു, നിനക്ക് ലഭിക്കേണ്ടത് ഇപ്പോൾ അല്ലാത്തതിനാൽ. ജീവിതം ചിലപ്പോൾ നിന്നെ കാത്തിരിപ്പിക്കും. കാരണം നീ ചോദിച്ചതിനേക്കാൾ നല്ലത് നൽകാൻ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കിത് സഹിക്കാനാകുന്നില്ല, ശിവൻ നിസ്സംഗമായി പറഞ്ഞു. കാത്തിരിപ്പ് വേദനയുള്ളതാണ്, പക്ഷേ അത് നിന്നെ ശക്തനാക്കുന്നു. നീ ഇപ്പോൾ കാണുന്നത് നിശബ്ദമാണ്, പക്ഷേ ഞാൻ നിനക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ നിശബ്ദമായി നിന്നു. അപ്പോ ഞാൻ എന്ത് ചെയ്യണം? ശിവൻ പറഞ്ഞു, വിശ്വാസം വിടരുത്, മുന്നോട്ട് പോവൂ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അധ്യായം ഇനി തുടങ്ങാനിരിക്കുന്നു. അപ്പോൾ എല്ലാം പ്രകാശമായി. അവൾ ഉണർന്നു. രാവിലെ അതേ ഫോൺ, അതേ ചാറ്റ്സ്. പക്ഷേ ഈ തവണ അവൾ മെസ്സേജ് അയച്ചില്ല. അവൾ സ്വയം പറഞ്ഞു, എനിക്ക് മറുപടി വേണ്ട, എനിക്ക് വിശ്വാസം മതി. അന്നു മുതൽ അവൾ പതുക്കെ മാറി. സ്വയം ശ്രദ്ധിച്ചു, പുതിയ അവസരങ്ങൾ തേടി. വീണ്ടും തുടങ്ങാൻ ഭയപ്പെട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ജീവിതം മാറിത്തുടങ്ങി. നിനക്ക് കിട്ടാത്ത മറുപടി നിനക്ക് കിട്ടാനിരിക്കുന്ന നല്ലതിന്റെ സൂചനയാണ്. നിങ്ങളിപ്പോൾ കാത്തിരിക്കുകയാണോ ഒരു മറുപടിക്ക്? എങ്കിൽ വെയിറ്റിംഗ് എന്ന് കമന്റ് ചെയ്യൂ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.